നമ്മളെല്ലാവരും വാട്സപ്പിൽ ബാക്കപ്പ് ചെയ്യാറുണ്ട്. വാട്സപ്പിൽ നമുക്ക് ലഭിക്കുന്ന മെസ്സേജുകൾ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി നമ്മൾ വാട്സപ്പ് ബാക്കപ്പ് ചെയ്യാറുണ്ട്. വാട്സപ്പ് സെറ്റിംഗ്സിൽ ചാറ്റ്സ് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ചാറ്റ് ബാക്കപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ നമുക്ക് ബാക്കപ്പ് എന്ന ഓപ്ഷൻ ഉണ്ട്. നമ്മളെല്ലാവരും ബാക്കപ്പ് ചെയ്യുന്നവരാണ്. ബാക്കപ്പ് ചെയ്യുന്ന എങ്ങനെയാണ്, ബാക്കപ്പ് ചെയ്ത മെസ്സേജ് എങ്ങനെയാണ് തിരിച്ചെടുക്കുക എന്നുള്ളതൊക്കെ നമ്മൾ വിശദമായിട്ടൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇനി അതിന് കൂടുതൽ വിശദമായൊരു വീഡിയോ നമ്മൾ അടുത്തായിട്ട് ചെയ്യുന്നുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വാട്സപ്പ് ബാക്കപ്പ് ചെയ്യുക, ബാക്കപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ബാക്കപ്പ് ചെയ്ത മെസ്സേജുകൾ എങ്ങനെ നമുക്ക് തിരിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ വാട്സപ്പിൽ ഇതുപോലെ നമ്മൾ ബാക്കപ്പ് ചെയ്യാറുണ്ട് മെസ്സേജുകളൊക്കെ. ഇവിടെ ബാക്കപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ബാക്കപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ ഈ ബാക്കപ്പ് ചെയ്യുന്ന മെസ്സേജുകൾ എവിടെയാണ് കിടക്കുന്നത്, അതുപോലെ തന്നെ നമുക്കത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുമോ, ബാക്കപ്പ് ചെയ്യാൻ സാധിക്കാത്ത വിധത്തിൽ എങ്ങനെ നമ്മുടെ മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ പരിശോധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വീഡിയോക്കകത്തെ കമൻറ്റുകളായിട്ട് പല സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു, വാട്സപ്പ് ബാക്കപ്പ് എങ്ങനെ ഒഴിവാക്കാം, ബാക്കപ്പ് ചെയ്ത മെസ്സേജുകൾ നമുക്ക് ലഭിക്കാതിരിക്കുന്നതിന് എന്തെല്ലാം ചെയ്യാമെന്നൊക്കെ ചോദിച്ചിരുന്നു. പല സുഹൃത്തുക്കൾക്കും പല പ്രശ്നങ്ങളും ഉണ്ട്. വാട്സപ്പ് ബാക്കപ്പ് ചെയ്യുന്നതുകൊണ്ട് അവരുടെ ഡാറ്റകൾ മറ്റാരെങ്കിലും എടുത്ത് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കാണാതെ ചെയ്യുന്ന ചാറ്റുകൾ മറ്റുള്ളവർ ഇതുപോലെ ബാക്കപ്പ് എടുത്ത് കാണാൻ സാധിക്കുമെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ എങ്ങനെയാണ് വാട്സപ്പ് ബാക്കപ്പ് നമ്മൾ ചെയ്യുക എന്നുള്ള വീഡിയോ നമ്മൾ വരും ദിവസങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. വാട്സപ്പ് ബാക്കപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വാട്സപ്പിൽ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്ന മെസ്സേജുകൾ ഡിലീറ്റ് ചെയ്യാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. ആ ഒരു ടിപ്സ് പരിചയപ്പെടുത്തുന്നതിന് മുമ്പായി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കൂടുതൽ ടെക്നോളജി അറിവുകൾക്ക് നമ്മുടെ മെയിൻ ചാനലായ ലൈവ് ടിപ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ നൽകാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്താൽ കൂടുതൽ ടെക്നോളജി പരമായ അറിവുകൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമ്മുടെ വാട്സപ്പ് ബാക്കപ്പുകൾ നമ്മൾ സാധാരണ ബാക്കപ്പ് ചെയ്യുന്നത് നമ്മുടെ ഗൂഗിൾ ഡ്രൈവിലേക്കാണ്. പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്, എവിടേക്കാണ് ഈ വാട്സപ്പ് ബാക്കപ്പ് ചെയ്തു പോകുന്ന മെസ്സേജുകളൊക്കെ എത്തുന്നത്, നമുക്കത് കാണാൻ സാധിക്കുന്നില്ല എന്നൊക്കെ. പക്ഷെ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്ന ഒരു ഇമെയിൽ ഉപയോഗിച്ചാണ്. ആ ഒരു ഇമെയിൽ അക്കൗണ്ടിൽ നമ്മൾ ഗൂഗിൾ ഡ്രൈവ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും നമ്മുടെ മൊബൈൽ ഫോണിൽ. നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ആ ഒരു ഇമെയിൽ ഓൾറെഡി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഗൂഗിൾ ഡ്രൈവിൽ അത് ഓൾറെഡി ലോഗിൻ ആയിരിക്കും. ഈ ലോഗിൻ അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഗൂഗിൾ ഡ്രൈവിൽ വാട്സപ്പ് ബാക്കപ്പിൽ കൊടുത്തിരിക്കുന്ന ആ ഇമെയിൽ ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ ഡ്രൈവിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യാൻ ഏറ്റവും മുകളിലുള്ള ഈ പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് അക്കൗണ്ട് എന്ന് കാണുന്ന ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് 15 GB ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് പ്രിയപ്പെട്ട ഫയലുകളൊക്കെ, നമുക്ക് ആവശ്യമുള്ള ഫയലുകൾ, ഫോട്ടോസ്, വീഡിയോസ്, ഓഡിയോസ് ഒക്കെ നിങ്ങൾക്കിലേക്ക് അപ്ലോഡ് ചെയ്ത് വെക്കാം. എന്നാൽ നിങ്ങൾ ലോകത്ത് ഏത് കോണിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ സാധിക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെടാതെ അത് കാണാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്ന ഫീച്ചറാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണ് വാട്സപ്പ് ബാക്കപ്പ് കാണാൻ സാധിക്കുക, അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി നമ്മൾ ഈ ഗൂഗിൾ ഡ്രൈവ് ഇതുപോലെ ഓപ്പൺ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ഒന്നും കാണാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഇവിടെ കാണാനുണ്ട്. നമുക്ക് ഇടത് ഭാഗത്തുള്ള 3 ലൈൻസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ കാണാൻ സാധിക്കും ഞാനിവിടെ MI മൊബൈൽ ഫോണാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെഡ്മിയുടെ ക്ലൗഡിലേക്ക് നമ്മൾ ഫയലുകൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. കാണാൻ സാധിക്കും മുകളിലായിട്ട്. ഞാൻ ഉപയോഗിക്കുന്നത് 5 വാട്സപ്പാണ്. 5 വാട്സപ്പിൽ നിന്നുള്ള ഓരോ ബാക്കപ്പ് കാണാൻ സാധിക്കും. ഇന്ന് ബാക്കപ്പ് ചെയ്തതാണ് ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ലാസ്റ്റ് ബാക്കപ്പ് 5:59, അതുപോലെ 2:36. ഇവിടെ ഒക്ടോബർ 16-ാം തീയതി ഒരു ബാക്കപ്പ് നടന്നിട്ടുണ്ട്. ഈ 5 വാട്സപ്പിൽ ഓരോ ബാക്കപ്പ് ഓരോ വാട്സപ്പിൻ്റെതാണ്. നമുക്ക് ഇവിടെ നിന്ന് ഞാൻ ഉപയോഗിക്കുന്ന 5 വാട്സപ്പിൻ്റെ ബാക്കപ്പ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ്. ഇത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ഇതുപോലൊക്കെ ഒന്നും കാണാൻ സാധിക്കില്ല. ഇത് ഏത് വാട്സപ്പിൽ നിന്നാണ് ബാക്കപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ള നമ്പർ ഇവിടെ കാണാൻ സാധിക്കുമെന്ന് വെച്ച് നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്ന് കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ ബാക്കപ്പ് നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ വാട്സപ്പിൽ ബാക്കപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ വാട്സപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞ് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് റീസ്റ്റോർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ബാക്കപ്പ് ചെയ്ത എല്ലാ മെസ്സേജും റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കാം. പക്ഷേ ഇവിടെ നമുക്ക് ഇതെങ്ങനെ ഡിലീറ്റ് ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി വലതുഭാഗത്തുള്ള ഈ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും ഡിലീറ്റ് ബാക്കപ്പ് എന്നുള്ളത്, അല്ലെങ്കിൽ ടേൺ ഓഫ് ബാക്കപ്പ് എന്ന്. ഇനി ഒരിക്കലും ബാക്കപ്പ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി എനിക്ക് ടേൺ ഓഫ് ബാക്കപ്പ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഡിലീറ്റ് ബാക്കപ്പ് എന്നാൽ ക്ലിക്ക് ചെയ്യുന്നെങ്കിൽ
ഇവിടെ ബാക്കപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ ഫയലുകളും നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്ത് കളയാൻ സാധിക്കുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം ഡിലീറ്റ് ചെയ്യുന്നില്ല. എനിക്കെല്ലാ മെസ്സേജ് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ ദിവസവും ബാക്കപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഭയമുള്ള ആളുകൾ, പല സുഹൃത്തുക്കളും ചില രഹസ്യമായിട്ടുള്ള കാമുകന്മാരൊക്കെയുള്ള ചാറ്റിങ്ങുള്ള ആളുകൾ അവരുടെ വാട്സപ്പ് ഓട്ടോമാറ്റിക് ബാക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ റിമൂവ് ചെയ്യാമെന്നൊക്കെ പല സുഹൃത്തുക്കളും ചോദിച്ചിരുന്നു. എന്നാൽ അത്തരം ആളുകൾക്ക് അവരുടെ മെസ്സേജുകൾ തിരിച്ച് ലഭിക്കാതിരിക്കുന്നതിന് വേണ്ടി ഈ വാട്സപ്പ് ബാക്കപ്പ് എന്നുള്ളത് നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഒരിക്കലും ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജുകളൊന്നും ബാക്കപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുകയുമില്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും വീഡിയോ താഴെ കാണുന്ന കമൻറ്റ് ബോക്സ് അറിയിക്കാം. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.